ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു 14 വയസ്സുകാരി പെൺകുട്ടിയെ കാണാതായിരുന്നു. ആ പെൺകുട്ടിയുടെ ശവശരീരം ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ വലിയൊരു മനപ്രയാസം തോന്നി. കാരണം ഇന്നലെ രാവിലെ 7:30 വീട്ടിൽ നിന്ന് മാതാവിൻ്റെ അടുത്ത് നിന്നും യാത്ര പറഞ്ഞു പോയ പെൺകുട്ടി വൈകുന്നേരം കൂട്ടുകാരികളൊന്നും വന്നിട്ടും ഈ പെൺകുട്ടി തിരികെ വന്നില്ല. ഈ മാതാവിന് ഓൾറെഡി തന്നെ സംശയമല്ല. അതായത് ഈ പെൺകുട്ടിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു. അത് ഒരു ദുർനടപ്പിനുടമയായ ഒരു കുട്ടിയുമായിട്ട് 16 വയസ്സുള്ള ഒരു ആൺകുട്ടിയുമായിട്ടായിരുന്നു ഈ കുട്ടിയുടെ സൗഹൃദം. അത് വീട്ടിൽ നിന്നും ശക്തമായി എതിർത്തിരുന്നു. ഈ പയ്യൻ്റെ ആവശ്യമില്ലാത്ത ഇടപെടൽ കാരണം വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഈ പെൺകുട്ടിയെ ശല്യം ചെയ്യില്ല എന്ന വാക്കാലെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും അന്ന് യാത്ര പിരിഞ്ഞത്. രണ്ടുപേരും രണ്ട് വഴിക്ക് തിരിഞ്ഞത്. അതിനുശേഷം പെൺകുട്ടിക്ക് ഈ പയ്യനിൽ നിന്ന് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് മാതാപിതാക്കൾ ധരിച്ചിരുന്നത്. എന്നാലും മനസ്സിനുള്ളിൽ ഒരു പേടിയുണ്ടായിരുന്നു. കാരണം ഈ ഒരു പയ്യൻ ദുർനടപ്പിന് ഉടമയും MDMA മയക്കുമരുന്ന് ഇതിലൂടെയൊക്കെ പോകുന്ന ഒരു എന്തും ചെയ്യാൻ മടിയുള്ള ഒരു പയ്യനായതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് നല്ല ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്ന് നേരം വൈകിയപ്പോഴും മാതാവിന് വലിയൊരു ടെൻഷൻ തോന്നിയതും. ആ സമയത്ത് തന്നെ മാതാവിൻ്റെ ഫോണിലേക്ക് കോൾ വരികയും ഞാൻ കുറച്ച് നേരം വൈകും എന്ന് മാത്രം പറയുകയും ചെയ്തു. എന്തെങ്കിലും അങ്ങോട്ട് തിരിച്ചു പറയാൻ തുടങ്ങുന്നതിൻ്റെ മുൻപേ തന്നെ ഫോൺ കട്ടാകുകയും ചെയ്തു. പിന്നീട് പലവട്ടം വിളിച്ചിട്ടുണ്ടെങ്കിലും ഫോൺ കിട്ടിയില്ല. പക്ഷേ മകൾ വരുന്ന ഒരുപാട് ടൈം കഴിഞ്ഞു. മാതാവിന് ടെൻഷനായി. അതുകൊണ്ട് തന്നെ അയൽവാസികളെ വിവരം അറിയിച്ചു. അവരൊക്കെ ഒരു ഭാഗത്തേക്ക് തിരഞ്ഞു. പെൺകുട്ടിയെ സ്കൂളിൻ്റെ ഭാഗത്തും അല്ലാതെയും തിരയുകയും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. പോലീസിൻ്റെ തിരച്ചിൽ നടത്തുന്ന സമയത്ത് ഈ പയ്യൻ ആ ഒരു ഏരിയയിലുണ്ടായിരുന്നു. അതായത് റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് വരെ ഈ പോലീസ് എത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഈ പയ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഓടി കിതച്ച് ഒരു വീട്ടിൽ കയറുകയും അവിടെ നിന്ന് വെള്ളം കുടിച്ച് ദാഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ആ പയ്യൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഈ പയ്യനെ കണ്ട ആൾ പറയുന്നത്. അപ്പം ആ പയ്യൻ അവിടെ നിന്ന് വെള്ളം കുടിച്ചിട്ടാണ് പോകുന്നത്. ഈ പയ്യൻ്റെ കൂടെ വേറെ ആൾ 4 പേര് നടന്നു പോയി. ഒരു പെൺകുട്ടിയും 3 ആൺകുട്ടികളും നടന്നു പോയി എന്നുള്ള ഒരു വാർത്തയും ഇതിൻ്റെ ഇടയിലൂടെ തന്നെ കേൾക്കുന്നുണ്ട് കേട്ടോ. എന്ത് പറഞ്ഞാലും ഇപ്പം പോലീസ് ഈ പയ്യനെ പിടികൂടിയിട്ടുണ്ട്. ഈ പയ്യൻ ഈ ഒരു കുറ്റകൃത്യം സമ്മതിക്കുകയും ചെയ്തു. ഈ പയ്യൻ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വലിയൊരു പകയാണ് ഈ പെൺകുട്ടിയോടും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോടും വലിയൊരു പകയാണ്. കാരണം ഇതിന് ശേഷം ഇവനെ ഒരുപാട് പേർ കളിയാക്കി എന്നുള്ള തരത്തിലൊക്കെയുള്ള ന്യൂസുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വീണ്ടും സ്നേഹം നടിച്ച് ഈ പെൺകുട്ടിയെ ഈ കാട്ടിലേക്ക് എത്തിക്കുകയും വളരെ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ്. ഈ പയ്യൻ അന്ന് യൂണിഫോം ധരിച്ചിരുന്നില്ല. ഈ പെൺകുട്ടിയെ കൊണ്ടുപോകണമെന്നും ഈ സ്ഥലത്ത് എത്തിക്കണമെന്നും കൊലപാതകം നടത്തണമെന്നുമുള്ള പ്ലാനിങ്ങോട് കൂടി മാത്രമാണ് ഇയാൾ ഈ കുറ്റിക്കാട്ടിലേക്ക് എത്തുന്നതും ഈ പയ്യൻ കുറ്റിക്കാട്ടിലേക്ക് എത്തുന്നതും ഈ പെൺകുട്ടിയെ കൊല ചെയ്യുന്നതും. ലൈംഗിക പീഡനത്തിന് ശേഷം, ബലാത്സംഗത്തിന് ശേഷം ഈ പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഈ 16 വയസ്സിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു 16 വയസ്സിൽ ഈ കുട്ടിക്ക് ഇത്രത്തോളം പക, ഒരു പ്രണയ നിരാശയിൽ, അതല്ലെങ്കിൽ നൈരാശ്യത്തിൽ, അതല്ലെങ്കിൽ നിരസിക്കപ്പെട്ടതിൻ്റെ പേരിൽ ആ കുടുംബത്തിലുള്ളവർക്ക് നഷ്ടമുണ്ടാവണം, ഈ പെൺകുട്ടിയിലൂടെ തന്നെ നഷ്ടമുണ്ടാവണം എന്ന വാശി പുറത്ത് ഒരു പെൺകുട്ടിയെ കൊല്ലാൻ വരെ തുനിയുന്ന ഈ ആൺകുട്ടിയുടെ മനോഭാവം എന്തായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം നമ്മൾക്കൊന്നും മനസ്സിൽ പോലും ചിന്തിക്കാനാവാത്ത കാര്യങ്ങളാണ് ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ഒരു ന്യൂസിൻ്റെയൊക്കെ അടിയിൽ പറയുന്നത് കേട്ടു, ഇങ്ങനെ കുട്ടിയെന്ന് പറയല്ലേ എന്ന്. കുട്ടിയാണെങ്കിലും
കുറ്റവാളിയാണ് ഇയാൾ. സ്നേഹിച്ചൊരു കാലത്ത് താൻ സ്നേഹിച്ചൊരു പെൺകുട്ടിയെ കഴുത്ത് നെരിച്ച് കൊല്ലാൻ സാധിക്കുന്നത് എന്നാണ് പലരും ചിന്തിക്കുന്നത്.